ഹായ് ഓൾ. ഇന്ന് നമ്മൾ റെപ്രസെന്റേഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ് ഓൺ ദ നമ്പർ ലൈൻ ആണ് പഠിക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നാച്ചുറൽ നമ്പേഴ്സിന്റെ റെപ്രസെന്റേഷൻ പഠിക്കാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, 1 2 3 അങ്ങനെ അങ്ങനെ ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ അതിനെ നമ്മൾ നമ്പർ ലൈൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇതാണ് നമ്മളുടെ നമ്പർ ലൈൻ, ഇവിടെയാണ് 0. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ഈ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഭാഗത്തെ എവിടെയെങ്കിലും ആയിരിക്കും നമ്മളുടെ നമ്പർ എക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത് എന്താ നോക്കാം, ഹോൾ നമ്പേഴ്സ് നോക്കാം. ഹോൾ നമ്പേഴ്സിൽ എക്സ് എന്ത് ആവാം, 0 ആവാം. 0 1 2 3 അപ് ടു ഇൻഫിനിറ്റി. അതിലെവിടെയെങ്കിലും ആയിരിക്കും നമ്മളുടെ ഹോൾ നമ്പർ. ഇൻറ്റിജർ ആണെങ്കിലോ, ഇൻറ്റിജർ ആണെങ്കിൽ നെഗറ്റീവ് ഇൻഫിനിറ്റി മുതൽ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ നമ്പേഴ്സ് ഉണ്ടാവും. അപ്പം നെഗറ്റീവ് ഇൻഫിനിറ്റി അപ് ടു -2 -1 0 1 2 അപ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ. -2 -1 0 1 2 3 അപ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ. അതിലെവിടെയെങ്കിലും ആയിരിക്കും നമ്മളുടെ നമ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് റാഷണൽ നമ്പേഴ്സിന്റെ കേസ് നോക്കാം. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, p/q ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. p/q ഫോമിൽ പിയും q ഇന്റിജേഴ്സ് ആവും വേണം, q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ആ നമ്പർ ലൈൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെയാണ് 0 എന്ന് വിചാരിച്ചോളൂ. നമുക്ക് ഒരു 2/5 ആണ് റെപ്രസെന്റ് ചെയ്യേണ്ടതെന്ന് തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, 1 2 3 4 5 1ന്റെ ഇടയിൽ 0ന്റെ 1ന്റെ ഇടയിൽ 5 ഡിവിഷൻസ് നമ്മൾ മാർക്ക് ചെയ്യാം. ആദ്യത്തെ യൂണിറ്റിനെ നമ്മൾ 5 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഡിനോമിനേറ്ററിന്റെ വാല്യൂ എത്രയാണോ അതിനനുസരിച്ച് ആദ്യത്തെ യൂണിറ്റിനെ ഡിവൈഡ് ചെയ്യാണ് നമ്മൾ ചെയ്യാം. പിന്നെ മുകളിലത്തെ നമ്പർ ന്യൂമറേറ്റർ നമ്മൾ എന്ത് ചെയ്യും, എത്ര പാർട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ 2 ആണ്, അതുകൊണ്ട് നമ്മൾ 2 പാർട്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ 2/5. അപ്പൊ നമ്മളോട് 4/5 ചോദിച്ചാലോ, 4/5 ചോദിച്ചാല് ഇതിന്റെ ഇവിടെ ആയിരിക്കും 4/5. ഇനിയിപ്പം 4/5 എന്ന് പറയുന്ന ഒരു 6/5 ചോദിച്ചാലോ, ഇത് 5/5. അപ്പൊ ഇത് 6/5, ഇത് 7/5, ഇത് 8/5. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം, ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് p/q q പറയുന്നത് ഇത് എത്ര പാർട്ട്, q എന്ന് പറയുമ്പോൾ ഇത് 1 ആണെങ്കിൽ q പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, p പാർട്സിനെ കൺസിഡർ ചെയ്യും. എന്നിട്ട് ഇതാണ് നമ്മളുടെ നമ്പർ. q പാർട്സ് ആയിട്ട് നമ്മൾ ആദ്യത്തെ യൂണിറ്റിനെ ഡിവൈഡ് ചെയ്യും, എന്നിട്ട് p പാർട്സ് കൺസിഡർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഒരു p/q ഫോമിലുള്ള റാഷണൽ നമ്പറിനെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യും. നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 2 റാഷണൽ നമ്പേഴ്സ്. 2 റാഷണൽ നമ്പർ തന്നിട്ട് അതിന്റെ ഇടയിൽ ഒരു റാഷണൽ നമ്പർ കണ്ടെത്താൻ പറഞ്ഞാൽ എങ്ങനെയാ കണ്ടെത്തുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് മുന്നേ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ നാച്ചുറൽ നമ്പേഴ്സ് നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ ടു നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ നമുക്ക് ഒരു 1 5ന്റെ ഇടയിൽ 1 5ന്റെ ഇടയിൽ നമുക്ക് റാഷണൽ നമ്പർ കണ്ടെത്താൻ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇത് മൂന്നും 1ന്റെ 5ന്റെ ഇടയിലുള്ള നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇന്റിജറിന്റെ കേസ് നോക്കുകയാണെങ്കിലോ, ഇന്റിജേഴ്സിന്റെ കേസ്, ഇന്റിജേഴ്സ് ബിറ്റ്വീൻ ഇന്റിജേഴ്സ് പറഞ്ഞാല് -2ന്റെ 5ന്റെ ഇടയിലുള്ള ഇന്റിജേഴ്സ് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, -1 0 1 2 3 4 5 അല്ല 5 ഇല്ല, 1 2 3 4 വരെ.
ഇപ്പൊ നമുക്ക് റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ ടു റാഷണൽ നമ്പേഴ്സ്, രണ്ട് റാഷണൽ നമ്പറിന്റെ ഇടയിൽ ഇത് എയും ഇത് ബിയും ആണ് വിചാരിച്ചോളൂ. രണ്ട് റാഷണൽ നമ്പർ എ ഈക്വൽ ടു P1/Q1 ബി ഈക്വൽ ടു P2/Q2 ആണ്. നമ്മൾ ആർബിട്രറി ആയിട്ട് രണ്ട് വാല്യൂസ് എടുത്തു. അപ്പം അതിന്റെ എയും ബിയുടെ ഇടയിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റാഷണൽ നമ്പേഴ്സ് ഉണ്ട് എന്നാണ് പറയാം. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റാഷണൽ നമ്പേഴ്സ്, എന്റെ ബിന്റെ ഇടയിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റാഷണൽ നമ്പേഴ്സ് ഉണ്ട് എന്നാണ് പറയാം. അപ്പൊ നമ്മളോട് ഏതെങ്കിലും മൂന്ന് റാഷണൽ നമ്പേഴ്സ് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഏതെങ്കിലും മൂന്ന് റാഷണൽ നമ്പേഴ്സിനെ എഴുതി വെച്ചാൽ മതി. ഇതിന്റെ ഇടയിലുള്ള ഏതെങ്കിലും മൂന്ന് റാഷണൽ നമ്പേഴ്സ് ചോദിച്ചാൽ ഏതെങ്കിലും മൂന്ന് റാഷണൽ നമ്പേഴ്സ് എഴുതി വെക്കുക. അല്ലെങ്കിൽ ചിലപ്പം 5 റാഷണൽ നമ്പേഴ്സ് ചോദിക്കും. അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി 3 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ -2 and 0. -2ന്റെയും 0ന്റെയും ഇടയിൽ 3 റാഷണൽ നമ്പേഴ്സ് ആണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? -2ന് നമുക്ക് എങ്ങനെ എഴുതാം? -2 ഈക്വൽ ടു -20/10 എന്ന് പറയും. 0 നമുക്ക് എങ്ങനെ എഴുതാം? 0 ഈക്വൽ ടു 0/10. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ? -19/10, -18/10, -17/10, -16/10, അങ്ങനെ നമുക്ക് എഴുതാം 0/10 വരെ. ഇതൊക്കെ -2ന്റെയും 0ന്റെയും ഇടയിലുള്ള നമ്പേഴ്സാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഓർ -2നെ നമുക്ക് എന്ത് എഴുതാം? -2 ഈക്വൽ ടു -200/100 എന്ന് എഴുതാം. 0നെ നമുക്ക് 0/100 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? -199/100, -198/100, അങ്ങനെ 0/100 വരെ എഴുതാം. അപ്പം അങ്ങനെ നമ്മൾ പല വാല്യൂസ് എടുത്തിട്ട് നമുക്ക് ഇത് രണ്ട് റാഷണൽ നമ്പറിന്റെ ഇടയിൽ എത്ര റാഷണൽ നമ്പർ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എനി 10 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ -5/6 and 5/8. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ സെയിം ആക്കാം. -5/6 ഈക്വൽ ടു -5/6 ഇൻറ്റു 4/4. അപ്പൊ നമുക്ക് എന്ത് പറയാം? -20/24 എന്ന് പറയാം. 5/8ന് നമുക്ക് എന്ത് പറയാം? 5/8 ഈക്വൽ ടു 5/8 ഇൻറ്റു 3/3 ഈക്വൽ ടു 5 × 3 15/8 × 3 24. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയി. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതിക്കൂടെ? 17/24, -18/24, -17/24, അങ്ങനെ -1/24, 0/24, 1/24, അങ്ങനെ 15/24 വരെ നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും 10 ആയി ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ 10 എണ്ണം എഴുതിയാൽ മതി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് എ റാഷണൽ നമ്പർ ബിറ്റ്വീൻ 1/4 and 1/2. ഒറ്റ റാഷണൽ നമ്പർ കാണാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് വേറെ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. എന്താ ചെയ്യുന്നത്? നമുക്ക് മീൻ എടുത്തിട്ട് ചെയ്യാം. മീൻ എടുത്തിട്ട് ഈ രണ്ട് നമ്പേഴ്സിന്റെ മീൻ എടുത്താൽ ഇടയിലുള്ള റാഷണൽ നമ്പർ കിട്ടും. 1/4 + 1/2 ഹോൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അതെന്താ? 2 + 4/8/2 ഈക്വൽ ടു 2 + 4 എന്ന് പറഞ്ഞാൽ 6. 6/8 × 2. 8 × 2 എത്രയാ? 6/8 × 2 6/16 ആണ്. 6/16 എന്ന് പറയുന്നത് 1/4ന്റെയും 1/2ന്റെയും ഇടയിലുള്ള നമ്പറാണ്. 6/16 is a number midway between 1/4 and 1/2. 6/16 നമുക്ക് എന്തും കൂടി എഴുതാം? 3/8 എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് 3 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1/4 and 1/2. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള 3 റാഷണൽ നമ്പേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇത് മീൻ വെച്ചിട്ട് തന്നെ ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? 1/4 + 1/2 ഡിവൈഡഡ് ബൈ 2 ചെയ്യും. ഈക്വൽ ടു 2 + 4/8/2 ഈക്വൽ ടു 2 + 4 6/8 × 2 ഈക്വൽ ടു എന്താ? 3/8. അപ്പോൾ 3/8 കിട്ടി.
ഇനി 1/4 പ്ലസ് 3/8 ഡിവൈഡഡ് ബൈ 2യും 3/8 പ്ലസ് 1/2 ഡിവൈഡഡ് ബൈ 2യും ചെയ്താൽ അതിൻ്റെ രണ്ടിൻ്റെ മിഡ് വേയിലുള്ള ആൻസർ കിട്ടും. അപ്പം നമുക്ക് എന്താ ചെയ്യാം? 8 പ്ലസ് 12 ബൈ 32/2. 8 പ്ലസ് 12 പറഞ്ഞാൽ 20 ബൈ 2 ഇൻറ്റു 32 ഈക്വൽ ടു 10/32. 10/32 എന്താ? 5/16. അതൊന്ന് കിട്ടി. അടുത്തെന്താ? 3/8 പ്ലസ് 1/2 എന്താ? 6 പ്ലസ് 8/16/2 equal to 14/16 into 2 equal to 7/16. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? 1/4 ഇവിടെ ഉണ്ട്, ലെസ് ദാൻ 1/4ൻ്റെ 3/8ൻ്റെ ഇടയിൽ 5/16. 1/4ൻ്റെ 3/8ൻ്റെ ഇടയിൽ 5/16, അതിൻ്റെ ഇടയിൽ 3/8, അതിൻ്റെ ഇടയിൽ 7/16, അതിൻ്റെ മുകളിൽ 1/2. അപ്പം 3 നമ്പേഴ്സ് ആയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക.